ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 92. കാനായുടെ സമീപമുള്ള സ്ഥലത്ത് കൂസായുടെ ഭാര്യ യോവാനായെ സുഖപ്പെടുത്തുന്നു. ജോസഫിൻ്റെ വലിയ പണിപ്പുരയിൽ ശിഷ്യന്മാർ അത്താഴം കഴിക്കുന്നു. ഇരുമ്പുലാടം തറച്ച കുളമ്പടിയുടെ വലിയ ശബ്ദവും കുട്ടികളുടെ സ്വരവും വഴിയിൽ നിന്ന് കേൾക്കാം. അവൻ ഇവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ട്. കാര്യമെന്തെന്ന് ഈശോയും ശിഷ്യരും മനസ്സിലാക്കുന്നതിന് മുമ്പ് വാതിൽക്കൽ ഒരു കറുത്ത കുതിരയെ കാണുന്നു. വിയർപ്പിൽ നനഞ്ഞ കുതിരക്കാരൻ താഴെ ഇറങ്ങി ഓടിവന്ന് ഈശോയുടെ കാൽക്കൽ വീണ് പാദങ്ങൾ വണക്കത്തോടെ ചുംബിക്കുന്നു. അവരെല്ലാം അത്ഭുതത്തോടെ അവനെ നോക്കുന്നു. "നീ ആരാണ്? നിനക്കെന്തു വേണം?" "ഞാൻ ജോനാഥനാണ്." ആട്ടിടയൻ ജോസഫ് ഒരു കൂവൽ. സന്തോഷവും ആശ്ചര്യവും സാഷ്ടാംഗം പ്രണമിക്കുന്ന ആളിനടുത്തെത്തി ജോസഫ് ചോദിക്കുന്നു, "നീയോ?" "അതെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കർത്താവിനെ ആരാധിക്കുന്നു. 30 വർഷത്തെ പ്രതീക്ഷ ഇവിടെ ഇതാ." ആ വർഷങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഒരഗാവിയുടെ പൂവ് പോലെ പെട്ടെന്ന് പുഷ്പിച്ചിരിക്കുന്നു. ആനന്ദത്തിൻ്റെ പാരവശ്യം. എൻ്റെ രക്ഷക! സ്ത്രീകളും പുരുഷന്മാരും കുറേ കുട്ടികളും, കൂട്ടത്തിൽ സാറായുടെ ഭർത്താവുമുണ്ട്. അവർ വാതിൽക്കലും അകത്തുമൊക്കെയുണ്ട്. "ജോനാഥൻ, എഴുന്നേൽക്കൂ. എൻ്റെ സ്നേഹിതർക്ക് നൽകിയ ചുംബനം നിനക്കും തരട്ടെ." മോടിയായി വസ്ത്രം ചെയ്ത നല്ല കരുത്തുള്ള ശരീരത്തിൻ്റെ ഉടമയായ വൃദ്ധൻ. ഈശോ അയാളെ ചുംബിക്കുന്നു. ആരാധനയുടെ മനോഭാവം നിറഞ്ഞു നിൽക്കുന്ന ആൾ പെട്ടെന്ന് പ്രവർത്തനനിരതനാകുന്നു. "ഈശോയെ, ഞങ്ങളുടെ രക്ഷക, ഞങ്ങളുടെ മിശിഹായെ, അങ്ങ് എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിനിയുമായാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് അങ്ങേക്ക് അറിയാമല്ലോ." "എന്തൊരു യാത്ര!" ഫിലിപ്പിയായിൽ വന്നപ്പോൾ അവൾ രക്തം ഛർദ്ദിച്ച് മരിക്കുന്ന മട്ടായി. ഞങ്ങൾ യാത്ര നിർത്തിവെച്ചു. ഇന്നേക്ക് 7 ദിവസം മുമ്പ് രാവിലെ അവൾ എന്നെ വിളിപ്പിച്ചു. ഞാൻ വിളിച്ചപ്പോൾ അവൾ കണ്ണുകൾ തുറന്നെന്നെ നോക്കി പുഞ്ചിരിച്ചു. ആംഗ്യം കാണിച്ച് അടുത്തേക്ക് വിളിച്ചവൾ പറഞ്ഞു, "ജോനാഥൻ, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ." വളരെ വിഷമിച്ച് അവൾ പറഞ്ഞു, "ഞാൻ തിബേരിയാസിലെ എൻ്റെ വീട് സ്വപ്നത്തിൽ കണ്ടു. അവിടെ ഒരാൾ, അവൻ്റെ മുഖം നക്ഷത്രം പോലെ ശോഭിച്ചു. നല്ല പൊക്കമുള്ളയാൾ, നല്ല മുടി, കണ്ണുകൾ ആകാശം പോലെ നീലിമയാർന്നവ. അവൻ്റെ സ്വരം വീണയുടെ നാദത്തേക്കാൾ ഇമ്പകരം. അവൻ എന്നോട് പറയുകയായിരുന്നു, 'ഞാനാണ് ജീവൻ, തിരിച്ചു വരൂ.' ഞാനത് നിനക്ക് തരാനായി കാത്തിരിക്കുകയാണ്. എനിക്ക് തിരിച്ചു പോകണം." ഇന്ന് 9-ാം മണിക്കൂറിൽ ഞങ്ങൾ തിബേരിയാസിലെത്തി. എസ്തർ എന്നോട് പറഞ്ഞു, "അപ്പോൾ അങ്ങാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവസവും മണിക്കൂറും അതായിരുന്നു." എൻ്റെ സ്വാമിനിക്ക് പ്രത്യക്ഷനാവുകയും ചെയ്തു. ഉടനെ ഇങ്ങോട്ട് പുറപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നിട്ട് എന്നെ മുമ്പേ അയക്കുകയാണ് ചെയ്തത്. "ഓ എൻ്റെ രക്ഷക, വരൂ." "ഞാൻ ഉടനെ വരാം. വിശ്വാസം പ്രതിസമ്മാനം അർഹിക്കുന്നു. എന്നെ ആവശ്യമുള്ളവൻ്റെ പക്കൽ ഞാനെത്തും. നമുക്ക് പോകാം." "നിൽക്കൂ, ഞാനൊരു സഞ്ചി നിറയെ പണം ഒരു ചെറുപ്പക്കാരൻ്റെ പക്കലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് കുറേ കഴുതകളെ ഈശോയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ കൂടുതൽ വേഗത്തിൽ പോകാം. അവളെ കാനായ്ക്ക് സമീപം വെച്ച് കണ്ടുമുട്ടാമെന്ന് കരുതുന്നു. അവൾക്ക് അല്പമെങ്കിലും ജീവൻ അവശേഷിക്കുന്നെങ്കിൽ. അവൾ ജീവിച്ചിരിക്കുന്നു. അവൾ മരിച്ചെങ്കിൽ തന്നെ ഞാനാണ് ജീവൻ. ഇതെൻ്റെ അമ്മയാണ്." ജോനാഥൻ കരങ്ങൾ ചേർത്ത് പിടിച്ച് താണ് മേരിയെ വണങ്ങുന്നു. മുട്ടുകുത്തി വസ്ത്രത്തിൻ്റെ അഗ്രം ചുംബിക്കുന്നു. സാറായുടെ ഭർത്താവ് കാഴ്ചക്കാരായി വന്നവരോട് പറയുന്നു, "ഓ, നിങ്ങൾ എന്തു പറയുന്നു? ഒട്ടും വിശ്വാസമില്ലാത്തത് നമുക്ക് മാത്രമാണ്. നമ്മുടെ കാര്യത്തിൽ നമുക്ക് ലജ്ജ തോന്നുന്നില്ലേ?" അനേകം കുളമ്പടികളുടെ ശബ്ദം കേൾക്കുന്നു. ജോനാഥൻ നല്ലവയെ നോക്കി തിരഞ്ഞെടുക്കുന്നു. വിലപേശൽ കൂടാതെ പണവും കൊടുക്കുന്നു. 2 നസ്രായരെയും കൂട്ടുന്നു. കഴുതയെ തിരിച്ചു കൊണ്ടുവരാനാണ്. എല്ലാവരും പുറപ്പെടുന്നു. നല്ല ചുണയുള്ള കഴുതക്കുട്ടികൾ. അവ ദ്രുതഗതിയിൽ മുന്നോട്ടു പോയി വേഗം തന്നെ കാനായെ പിന്നിലാക്കി. നല്ല നിലാവുള്ള രാത്രി. ജോനാഥൻ ഈശോയോട് ചോദിച്ച് വേഗം മുന്നോട്ടു പോയി വണ്ടി നിർത്തിക്കുന്നു. ഈശോയും കഴുതയെ വേഗത കൂട്ടി വണ്ടിക്കടുത്തെത്തി കഴിഞ്ഞു. "മിശിഹ!" ജോനാഥൻ വിളിച്ചു പറയുന്നു. വൃദ്ധയായ പരിചാരിക വണ്ടിക്കകത്ത് നിന്ന് വേഗം ഇറങ്ങി പൊടിയിലേക്ക് വീണ് പറയുന്നു, "അവളെ രക്ഷിക്കണമേ, അവൾ മരിക്കുകയാണ്." "ഞാനിവിടെ ഉണ്ട്" എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ വണ്ടിക്കകത്ത് കയറുന്നു.
അടുക്കി വെച്ചിരുന്ന കുറേ കുഷ്യനുകളുടെ മീതെ വളരെ ശോഷിച്ച ഒരു ശരീരം, ഒരു മൂലയിൽ ഒരു വിളക്ക്, കുറേ കപ്പുകളും അംഫോറകളും ജഗ്ഗുകളും. ചെറുപ്പക്കാരിയായ ഒരു ഭൃത്യ കരയുന്നതിനോടൊപ്പം മരിച്ചുകൊണ്ടിരിക്കുന്ന യജമാനത്തിയുടെ വിയർപ്പ് തുടച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശോ അവളുടെ സമീപം മുട്ടുകുത്തി അവളെ സൂക്ഷിച്ചു നോക്കുന്നു. തൻ്റെ കരം അവളുടെ നെറ്റിയിൽ വയ്ക്കുന്നു. യോവാന, ഇത് ഞാനാണ്. ഞാൻ നിന്നെ വിളിക്കുന്നു. ഞാനാണ് ജീവൻ. എന്നെ നോക്കൂ യോവാന. ആ സ്ത്രീ തൻ്റെ വലിയ കണ്ണുകൾ തുറക്കുന്നു. തൻ്റെ അടുത്ത് കുനിഞ്ഞു നിൽക്കുന്ന മുഖത്തേക്ക് നോക്കുന്നു. സന്തോഷം പ്രകടിപ്പിച്ച് പുഞ്ചിരി തൂകുന്നു. ഈശോ നിവർന്നു നിന്ന് സ്വർഗീയമായ അധികാരത്തോടെ പറയുന്നു, ഞാനിത് ആവശ്യപ്പെടുന്നു. സുഖം പ്രാപിക്കുക, എഴുന്നേൽക്കുക. ഒരു നിമിഷമെടുത്തില്ല യോവാന പരസഹായം കൂടാതെ എഴുന്നേറ്റ് ഒരു കരച്ചിലോടെ ഈശോയുടെ പാദത്തിങ്കിൽ വീഴുന്നു. സന്തോഷാധിക്യത്താൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഓ എൻ്റെ ജീവനെ, നിന്നെ സ്നേഹിക്കാൻ എന്നേക്കും നിൻ്റേത്. ജോനാഥൻ, വേഗമാകട്ടെ, വേഗമാകട്ടെ, ഓടിച്ചെന്ന് കുസായോട് പറയൂ, അദ്ദേഹം വന്ന് ഈശോയെ ആരാധിക്കട്ടെ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പോകട്ടെ, സന്തോഷമായിരിക്കൂ. എൻ്റെ കർത്താവെ, പോകരുതേ. എൻ്റെ വീട്ടിൽ ഒന്ന് കയറണമേ. അതിപ്പോൾ നിറയെ പുഷ്പിച്ചു നിൽക്കുന്ന ഒരു റോസാത്തോട്ടമാണ്. അവിടേക്ക് അങ്ങയോടുകൂടെ തിരിച്ചു ചെല്ലാൻ എന്നെ അനുവദിക്കണമേ. ഞാൻ വരാം, എന്നാൽ എൻ്റെ ശിഷ്യരും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കർത്താവെ, അവർ എൻ്റെ സഹോദരന്മാർ. അങ്ങേക്ക് ഒരുക്കുന്നത് പോലെ യോവാന ഭക്ഷണങ്ങളും പാനീയങ്ങളും അവർക്കും ഒരുക്കും. എന്നെ സന്തോഷിപ്പിക്കൂ. ഈശോ, നമുക്ക് പോകാം. കഴുതകളെ തിരിച്ചയക്കുക. ഇസ്മായേൽ, ആസേർ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മയ്ക്കും എൻ്റെ സ്നേഹിതരെല്ലാവർക്കും എൻ്റെ പേർക്ക് അഭിവാദനങ്ങൾ നൽകണം. ഒന്നും ശബ്ദിക്കാതെ നസ്രായരായ രണ്ടുപേരും കഴുതകളെയും കൊണ്ട് തിരിച്ചു പോകുന്നു. ഈശോ അവരുടെ ആതിഥ്യം സ്വീകരിച്ച ശേഷം ജോനാഥനുമായി ലെബനോനിലെത്തി. ഏലീശയുടെ ആട്ടിടയന്മാരായി കഴിഞ്ഞിരുന്ന ബെഞ്ചമിനെയും ദാനിയേലിനെയും കാണുന്നു. അതോടെ ബത്ലഹേമിൽ ഉണ്ണീശോയെ കാണാൻ വന്ന ആട്ടിടയന്മാരെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞു.